ഹലോ ഗൈസ്, ഗീത ഗോവിന്ദത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിജയലക്ഷ്മി പറയുവാണ്, നിനക്ക് അനാർക്കലിയുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സംസാരിക്കുന്നത് എന്താണെന്ന് കാണിക്കുന്നില്ല. എന്നിട്ട് എല്ലാം പറഞ്ഞു കഴിയുമ്പോഴേക്കും ഗോവിന്ദ് പറയാ, ഓ ഏതാ അതും രാധികാമ്മയുടെ തലയിലോട്ട് വെക്കാനായിരിക്കുമല്ലോ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും വിജയലക്ഷ്മി ചോദിക്കുക, ഞാനൊന്നും വെക്കുന്നില്ല, അവർ തമ്മിൽ ഒരു ബന്ധവും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവൾ അനാർക്കലിയെ കാണാൻ വേണ്ടിയിട്ട് ജയിലിൽ ചെന്നത്, അവളെ എന്തിനാണ് അനാർക്കലി വിളിച്ചതെന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ ഗോവിന്ദ് ഒന്ന് പതറുന്നുണ്ട്. പക്ഷേ ഗോവിന്ദ് അപ്പം തന്നെ തിരിച്ചു ചോദിക്കുവാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങളും പോയിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് അനാർക്കലിയായിട്ട് എന്താ ബന്ധമെന്ന് ചോദിക്കുവാണ്. അപ്പോൾ വിജയലക്ഷ്മി ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് കേട്ടോ. ഇതൊക്കെ മോളിൽ നിന്ന് ഗീതു കാണുന്നുണ്ട്. ഗീതുവിനൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഒരു ഗീതു ഇങ്ങനെ ചിന്തിക്കുവാണ്, ഓ അവിടെ അമ്മ പറയുന്ന എല്ലാം മിണ്ടാതെ നിന്ന് കേൾക്കും, എന്നിട്ട് ഇനി മുറി വന്നിട്ട് അതെല്ലാം കൂടെ കൂട്ടി എനിക്കിട്ടായിരിക്കും തരുന്നത്. ഇതിനിപ്പോൾ ഇതെല്ലാം കൂടെ കേട്ട് ദേഷ്യപ്പെട്ടാൽ വരുന്നെങ്കിൽ ഇനി എൻ്റെ ലെറ്ററൊക്കെ കാണുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നോർത്ത് ഗീതു അവിടെ നിന്ന് അകത്തോട്ട് കയറി പോവാണ് കേട്ടോ. മുറി ചെന്നിട്ട് ഗീതു മനസ്സിൽ ചിന്തിക്കുക, ഞാൻ മുറിയുടെ പുറത്ത് നിൽക്കാം, എങ്കിൽ ഗോവിന്ദേട്ടൻ അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും അത്ര എന്നോട് ദേഷ്യപ്പെടാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ എന്നെ കണ്ടോണ്ട കയറി വരുന്നെങ്കിൽ പിന്നെ എല്ലാം കുളമാവും. എന്നാലും ഗീതു ആ എഴുതി വെച്ചേക്കുന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പറയുകയാണ്, വാഷ്റൂമിൽ പോയിട്ട് കബേർഡിൽ പോയിട്ട് പിന്നെ ബെഡ് എന്നിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സന്തോഷിച്ച് നിൽക്കുവാണ് കേട്ടോ. എന്നിട്ട് ആ സമയത്ത് നമ്മുടെ ഗോവിന്ദ് അകത്തോട്ട് വരുവാണ്. വിജയലക്ഷ്മിയുടെ മോളാണ് രഞ്ജു എന്ന് മറച്ചു വെച്ചതിന് രാധികാമ്മയുടെ ക്ഷമ പറയാൻ വേണ്ടിയിട്ട് വരുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും വരുമ്പോഴേക്ക് രാധികാമ്മ പെട്ടെന്ന് സങ്കടമായിട്ട് അഭിനയിക്കുവാണ്. അപ്പോഴത്തേക്ക് രാധികാമ്മ പറയുവാണ്, ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവാ എന്ന് പറയുക കേട്ടോ. അപ്പോൾ അത് കേട്ട് ഗോവിന്ദ് പെട്ടെന്ന് ഞെട്ടിപ്പോവാണ്. അമ്മ എവിടെ പോവാനാ, അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും രാധികാമ്മ പറയുകയാണ്, ഇന്ന് എൻ്റെ എല്ലാ മാനവും അഭിമാനവും ഞാൻ കാത്തു സൂക്ഷിച്ച മൂല്യവും എല്ലാം പോയ ദിവസമാണ്. അപ്പോഴത്തേക്കും ഗോവിന്ദ് പറയാണ്, രഞ്ജുവിൻ്റെ കാര്യം പറയാത്തതിൽ അമ്മയോട് മാപ്പ് പറയുക, അമ്മ ക്ഷമിക്കുക, അതിൻ്റെ പേരിൽ പോരെന്നൊക്കെ പറയുമ്പോഴത്തേക്കും രാധികാമ്മ പെട്ടെന്ന് അഭിനയിച്ചിട്ട് പറയുക, എനിക്ക് രഞ്ജുവിനോട് ഒരു ദേഷ്യമില്ല, എങ്ങനെയാണോ പ്രിയ അതുപോലെ തന്നെയാണ് എനിക്ക് രഞ്ജുവും, നിനക്ക് അവൾ അങ്ങനെയാണെങ്കിൽ എനിക്കും അത് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. അപ്പം ഗോവിന്ദ് ചോദിക്കുക, പിന്നെ എന്തിനാ അമ്മ പോണേന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിൻ്റെ ഭാര്യ കാരണം എന്ന് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ഗോവിന്ദ് ഞെട്ടിപ്പോവാണ്. എന്നിട്ട് രാധികാമ്മ പറയുകയാണ്, നിൻ്റെ ഭാര്യ എന്നെ ഇന്ന് വിജയലക്ഷ്മി ആരതി ഒഴിപ്പിച്ച് ഈ വീട്ടിലോട്ട് കയറ്റിപ്പിച്ചു എന്ന് പറയുവാണ് കേട്ടോ. എന്നിട്ട് ആ സമയത്ത് വരുൺ പറയും, അതേ നോക്ക് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രാധികാമ്മ പറയുക, ഇത്രയും തരതാഴുന്ന രീതിയിൽ എൻ്റെ ജീവിതം കൊണ്ട് നിർത്തി അവൾ ഇന്ന്, ഞാൻ അവരുടെ കാല് പിടിക്കേണ്ട അവസ്ഥയിലോട്ട് ഇനി കാര്യങ്ങൾ പോവും. ഞാൻ ഇടയ്ക്ക് എപ്പോഴോ ദേഷ്യവും വാശിയും വന്നപ്പം ഗീതുവിനെ കൊന്നു കളയുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങാണ്ട് റെക്കോർഡ് ചെയ്ത് വെച്ച് അതെന്നെ കാണിച്ച് ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചാണ് ഇവളിതൊക്കെ ചെയ്യുന്നത്. കണ്ണാ, എനിക്കിത് ബുദ്ധിമുട്ടാണ്, ഈ വീട്ടിൽ നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇനി അവൾ പറയുന്ന കേട്ട് വിജയലക്ഷ്മി ഈ വീട്ടിലോട്ട് ഞാൻ ആനയിച്ച് കൊണ്ടുവരേണ്ടതും വരും, അത് എൻ്റെ അവസ്ഥ, അതുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവുക എന്നൊക്കെ പറയുവാണ് കേട്ടോ. ആദ്യമൊക്കെ കുറേ നേരം സങ്കടപ്പെട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗോവിന്ദ്, അമ്മ അങ്ങനെ ഒന്നും പറയരുത് എന്നിങ്ങനെ പറയുവാണ്. അത് കഴിഞ്ഞ് പെട്ടെന്ന് ദേഷ്യത്തോടെ ഭാവം മാറുവാണ് കേട്ടോ. എന്നിട്ട് പറയണേ, എന്ത് പറയരുതെന്ന്, നിനക്ക് ഞാനിവിടെ നിൽക്കണമെന്നുണ്ടോ, നീ ബാംഗ്ലൂർ വെച്ച് എനിക്ക് തന്നൊരു വാക്ക് ഓർമ്മയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. ഗീതുവിനെ ഒരിക്കലും ഭാര്യയായിട്ട് കാണില്ല എന്ന് പറഞ്ഞ് അത് നിനക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ ദേഷ്യപ്പെട്ട് ചോദിക്കുവാണ്. പിന്നെ നമ്മുടെ ഗീതു മുറിയിൽ നിന്നിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗീതുവിൻ്റെ ബ്രദർ വിളിക്കുവാണ്. വിനോദ് വിളിച്ചിട്ട് പറയുകയാണ്, അമ്മ സംസാരിച്ചു തുടങ്ങി, ചേച്ചി പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് വാ, അമ്മ ചേച്ചി അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന ഗീതുവിന് ഒരുപാട് സന്തോഷമാവുകയാണ്. എന്നിട്ട് പറയാം, ഞാൻ പെട്ടെന്ന് വരാടാ എന്ന് പറഞ്ഞ് ഗീതു അവിടുന്ന് റെഡിയായിട്ട് താഴോട്ട് ഇറങ്ങുവാണ് കേട്ടോ, സ്റ്റെയർ കേസ് വഴി. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് രാധികാമ്മയെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കേൾക്കുവാണ്. എന്നിട്ട് രാധികാമ്മ സംസാരമൊന്നും നിർത്തുന്നില്ല. എന്നിട്ട് വീണ്ടും ചോദിക്കുക, കണ്ണാ നിനക്ക് ഓർമ്മയുണ്ടോ നീ എന്താ ബാംഗ്ലൂർ വെച്ച് പറഞ്ഞതെന്ന്. അപ്പോഴേക്കും ഗോവിന്ദ് പറയുന്നുണ്ടോ, ഉണ്ടമ്മേ ഓർമ്മയുണ്ട്, നീ ആ വാക്ക് തെറ്റിച്ചില്ലേ, ഗീതുവിൻ്റെ തലയണ മന്ത്രം കേട്ടപ്പോഴേക്കും നീ അമ്മയ്ക്ക് തന്ന വാക്ക് മാറ്റിയില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗോവിന്ദ് പറയുന്നുണ്ട്, ഇല്ലമ്മേ ഞാൻ ഇതുവരെ മാറ്റിയിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും വീണ്ടും രാധികാമ്മ പറയാം, അങ്ങനെ നീ മാറ്റിയിട്ടില്ലെങ്കിൽ നിനക്ക് അവളോട് ഒന്നുമില്ല, ഇതുവരെ ഒന്നുമില്ല എന്നാണ് പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗോവിന്ദ് പറയുവാണ്, അതെ അമ്മ, ഞാൻ ഗീതുവിനെ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല, അങ്ങനെ ഒരു രീതിയിൽ കണ്ടിട്ടേ ഇല്ല എന്ന് പറയുവാണ്. അപ്പോഴത്തേക്ക് രാധികാമ്മ പറയാം, നീ എന്നോട് അടുത്ത് കള്ളം പറയുന്നല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അല്ല, ഞാൻ ഭാര്യയായിട്ട് കണ്ടില്ല എന്ന് പറയുവാണ്. വീണ്ടും അപ്പോൾ രാധികാമ്മ ചോദിക്കുക, ഓക്കെ നീ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല, പക്ഷേ ഇനി നീ കാണുമോ എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. ആ ചോദ്യം കേൾക്കുമ്പോഴത്തേക്കും ഗോവിന്ദ് ആകെ തളർന്നു പോവുകയാണ്. ഗോവിന്ദിനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോഴേക്കും രാധികാമ്മ പിന്നെയും ദേഷ്യപ്പെട്ട് ചോദിക്കാം, നിന്നോടാ ചോദിച്ചേ, ഇനി അവളെ നീ ഭാര്യയായിട്ട് കാണുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഇതെല്ലാം കേട്ട് ഗീതു പുറകെ നിൽപ്പുണ്ട് കേട്ടോ. ഗീതു കരയാൻ തുടങ്ങി ഓൾറെഡി.
നമ്മുടെ രഞ്ജു ഗീതുവിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. വരുൺ ഗീതു വന്ന് നിൽക്കുന്നത് കണ്ടു. രാധികാമ്മയും കണ്ടെന്ന് തോന്നുന്നത്. പക്ഷേ ഗീതു കേൾക്കാൻ വേണ്ടി പിന്നെയും ഗോവിന്ദനോട് അത് ഉറക്കെ ചോദിക്കുക. ഗീതു പുറകെ നിൽക്കുന്ന ഗോവിന്ദ് മാത്രം കണ്ടിട്ടില്ല. ആ സമയത്ത് രാധികാമ്മ പറയാനാ പറഞ്ഞേ, നീ ഇനി അവളെ ഭാര്യയായിട്ട് കാണുമോ, എനിക്ക് എന്ന വാക്ക് തെറ്റിച്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഗോവിന്ദ് പറയുക ഇല്ല എന്ന് പറയുവാണ് കേട്ടോ. ഇതെല്ലാം കേട്ടോണ്ട് പ്രിയയും രേഖയും കൂടെ അകത്തോട്ട് വരുവാണ് കേട്ടോ. അപ്പോൾ പ്രിയ ഇത് കേൾക്കുവാണ്. ഇവർ തമ്മിലൊരു ബന്ധവും ഇല്ല, ഇവരുടെ പ്രിയയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു കല്യാണമായിരുന്നു ഇവരുടെ എന്നൊക്കെ പ്രിയ അറിയുവാണ് കേട്ടോ. ഇതൊക്കെ അറിഞ്ഞ പ്രിയയ്ക്ക് ആകെ ദേഷ്യവും വിഷമവും വരുവാണ്. പ്രിയ ഗോവിന്ദൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ്, ഏട്ടൻ എൻ്റെ ജീവിതം സെക്യൂർ ആക്കാൻ വേണ്ടി എൻ്റെ ജീവിതം മാത്രമല്ലല്ലോ നശിപ്പിച്ചേ, ഗീതു ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞില്ലേന്ന് ചോദിക്കുവാണ് കേട്ടോ. അപ്പം ഗോവിന്ദ് ആകെ വിഷമത്തിലും സങ്കടത്തിലും പറയുവാണ്, ഞാൻ ആരുടെയും ജീവിതം നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് നമ്മുടെ രാധികാമ്മ ചോദിക്കുകയാണ്, നീ നശിപ്പിച്ച് കളഞ്ഞിട്ടില്ലെന്നോ, നീ എന്തായാലും അവളുടെ കൂടെ അവളെ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല, ഇനിയൊട്ട് കാണാനും പോകുന്നില്ല, പിന്നെ ഒരു കോൺട്രാക്റ്റിൻ്റെ പേരിലുള്ള അവൾ ഇനി നാളെ മറ്റാരേലും വിവാഹം കഴിച്ച് ജീവിക്കേണ്ട ഒരു പെണ്ണാണ്, അപ്പോൾ അവളെ നിൻ്റെ മുറി കിടത്തുന്നത് ശരിയാണോ എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. അപ്പോഴും ഗോവിന്ദ് ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് രാധികാമ്മ പറയുവാണ്, അത് ശരിയല്ല, കാരണം നിങ്ങൾ തമ്മിൽ വേറൊരു ബന്ധവുമില്ല, കോൺട്രാക്റ്റ് അവസാനിപ്പിച്ച് എപ്പം വേണേലും പോകേണ്ട ഒരു പെണ്ണാണ് അവളെന്നല്ലേ നീ പറഞ്ഞതെന്ന് ചോദിക്കുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഗീതു പുറകിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ് ആകെ തളർന്ന് രഞ്ജുവിൻ്റെ മേത്തോട്ട് വീഴുവാണ് കേട്ടോ. ഇതെല്ലാം കേൾക്കുന്ന രേഖയ്ക്കും പ്രിയയ്ക്കൊക്കെ വിഷമമാവുന്നുണ്ട്. ആ സമയത്ത് രാധികാമ്മ വളരെ ദേഷ്യപ്പെട്ട് പറയുവാണ്, എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്, അങ്ങനെ നാളെ ബന്ധം അവസാനിപ്പിച്ച് വേറൊരു ജീവിതം തുടങ്ങേണ്ട പെണ്ണ് എന്തായാലും നിൻ്റെ മുറി കിടക്കാൻ പറ്റത്തില്ല, അവൾ മാറി വേറൊരു മുറി കിടക്കണം, നിങ്ങൾ രണ്ടും ഇനി തൊട്ട് 2 മുറി കിടക്കണം എന്ന് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും ഗോവിന്ദ് ആകെ ഞെട്ടിപ്പോവാണ്. ഗോവിന്ദ് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ആകെ വിഷമിച്ച് അമ്മ പറയുന്നത് സമ്മതിച്ചു എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് ഗീതു ഇതെല്ലാം കേട്ട് പുറകിൽ ആകെ കരഞ്ഞ് കണ്ണ് കലങ്ങി നിൽക്കുവാണ്. അപ്പോൾ രാധികാമ്മ പറയുന്നുണ്ട്, നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗോവിന്ദ് ഒന്നും മിണ്ടുന്നില്ല. അപ്പം ഗീതു മനസ്സിൽ ആ വെച്ചേക്കുന്ന ഫ്ലവേഴ്സും പൂക്കളും ഒക്കെ ഇങ്ങനെ ഓർക്കുവാണ്. അതെല്ലാം കത്തി അമർന്ന് പോകുന്നതായിട്ട് ഗീതു ഇങ്ങനെ സ്വപ്നം കാണുവാണ് കേട്ടോ. ഇനി ഒരിക്കലും ആ ഇഷ്ടം പറയാൻ പറ്റത്തില്ല, പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളത് ഗീതുവിന് മനസ്സിലായെന്നുള്ള രീതിയിൽ ഗീതു ആകെ തളർന്ന് കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുവാണ്. കോടതിയിൽ നിന്ന് ഇനി ഒരു വിധി വന്ന് നിങ്ങൾ തമ്മിൽ പിരിയുന്നോടം വരെ ഇനി നിങ്ങൾ ഇങ്ങനെ തന്നെ നിൽക്കണമെന്ന് പറയുവാണ്. ഇത് സംബന്ധിച്ച് ഗോവിന്ദ് തലയാട്ടമാണ് കേട്ടോ. ഇത് കണ്ടുകൊണ്ട് ആകെ വിഷമിച്ച് നിൽക്കുന്ന ഗീതുവിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.